ബ്രോ, ഗ്രേറ്റ് ഫാദറിനെ പറ്റിയൊരു വീഡിയോ. യെസ്, ഈ ഒരു സംഭവം ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് ഗ്രേറ്റ് ഫാദറിനെ കുറിച്ച് മാത്രം സംസാരിക്കാനല്ല, മറിച്ച് ഗ്രേറ്റ് ഫാദർ വൺ ഓഫ് ദ എക്സാമ്പിളായി വെച്ചുകൊണ്ട് കേരള ബോക്സ് ഓഫീസ് ഡൈനാമിക്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആരാണ് ഇവിടെ ഒരു ചിത്രത്തെ വിജയചിത്രമാക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിജയചിത്രത്തെ ഒരു മഹാവിജയമാക്കുന്നത്? അത് ഫാൻസുകാരാണോ? ഒരിക്കലുമല്ല. കാരണം ഫാൻസുകാർ വിചാരിച്ചാൽ ഒരു സിനിമയെ സൂപ്പർ ഹിറ്റ് ആക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സൂപ്പർ സ്റ്റാർ സിനിമകളും വിജയിക്കേണ്ടതാണ്. സോ അവർ വിചാരിച്ചാൽ ഒരു സിനിമയെ മാക്സിമം ഒരാഴ്ച ഓടിക്കാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത്? അത് ആഴ്ചയിൽ 6 ദിവസം വീട്ടുജോലികളൊക്കെ ചെയ്ത് 7ാം ദിവസമായ ഞായറാഴ്ച ഒന്ന് മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഒരു മലയാളി വീട്ടമ്മയാണ്. ആഴ്ചയിൽ 6 ദിവസവും പുറത്തു പോകുന്ന ഭർത്താവിനെ സംബന്ധിച്ച് ആൾക്കിതിൽ പ്രത്യേകിച്ചൊരു പ്ലാനും കാണില്ല. ഭാര്യ എങ്ങോട്ടേക്കാണോ പറയുന്നത് അങ്ങോട്ടേക്ക് പോകും. ഇവരൊപ്പം 2 കുട്ടികളും കാണും. സോ 4 പേരടങ്ങുന്ന ഈ ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് സൺഡേസ് മാത്രമല്ല, സാധാരണ ഏത് ദിവസം ഈവനിങ്ങിലും സംഭവിക്കാം. സോ ഇക്കൂട്ടർക്ക് കണക്ട് ആവുന്ന എന്തെങ്കിലും ഒന്ന് ഒരു സിനിമയിൽ ഉണ്ടായിരിക്കണം. ഇതിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ് 2013 ഇറങ്ങിയ ദൃശ്യവും 2014 ഇറങ്ങിയ ഗാങ്സ്റ്ററും. ഒപ്പം 2016 ഇറങ്ങിയ പുലിമുരുകനും 2017 ഇറങ്ങിയ ദ ഗ്രേറ്റ് ഫാദറും. എങ്ങനെയെന്ന് നോക്കാം.